യസീസ്, ഞാൻ ഏലപ്പാറയെന്ന് വരുന്നു. ഇവിടുത്തെ ഈ ചർച്ചാ ക്ലാസ്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമല്ല, നമ്മുടെ ഇന്നത്തെ ഈ ടൈറ്റിലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇസ്ലാം വെല്ലുവിളിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ള അമുസ്ലിം സഹോദരങ്ങളുടെ ഇടയ്ക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട് എന്ന് പലരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. അപ്പം എന്താണ് ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്നുള്ള ടൈറ്റിലിന്റെ ഉദ്ദേശശുദ്ധി? പ്രത്യേകിച്ച് ഭീകരവാദം, തീവ്രവാദം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഈ കാലത്ത് ഇത്തരം ഒരു ടൈറ്റിലിന്റെ പ്രസക്തി എന്താണെന്ന് ലളിതമാക്കിയാൽ കൊള്ളാം. ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്ന ടൈറ്റിലിന്റെ പ്രസക്തി ഇസ്ലാം വെല്ലുവിളിക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്താണ് ഇസ്ലാം വെല്ലുവിളിക്കുന്നത്? ഇവിടെ ഉണ്ടായൊരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പച്ചത്തെറി പറഞ്ഞിട്ടൊരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരിക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ വളരെ മോശമായ പരാമർശങ്ങൾ നടത്തിയിട്ടൊരു പുസ്തകം വരിക. ഇതിനെതിരിൽ മുസ്ലിങ്ങൾ വളരെ നയപരമായി, നിയമപരമായ മാർഗങ്ങളിലൂടെ പോരാടുക. ഒരിക്കലും ഇവിടെ പ്രകോപനപരമായ ഒരു മുന്നേറ്റം മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് മൊത്തത്തിലുണ്ടായിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നത് മുസ്ലിം സമുദായത്തിന്റെ മൊത്തത്തിലുള്ളതല്ല. സ്വാഭാവികമായി മനുഷ്യരാണ്, പല വൈകാരികാവസ്ഥകളുള്ളവരുണ്ടാകും, വൈകാരികാവസ്ഥകൾക്കനുസരിച്ച് പല രൂപത്തിൽ പ്രതികരിക്കുന്നവരുണ്ടാകും. പക്ഷേ സമുദായം എന്നുള്ള നിലക്ക് മുസ്ലിം സമുദായം വളരെ നിയമപരമായ മാർഗങ്ങളിലൂടെ നീങ്ങി. ഫലം ഹൈക്കോടതി അടക്കം മുസ്ലിങ്ങളുടെ വികാരത്തെയും പ്രയാസത്തെയും പരിഗണിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചു. പക്ഷെ അപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചുങ്കപ്പാറ ഒരു പേരായി മാറി. എന്താ കാര്യം? ഇതാ മുസ്ലിങ്ങളുടെ പ്രതിലോമകരമായ പ്രതികരണങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം കൂടി. ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതിനാകെ കലാപം നടന്നു. ഒരേ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല, വിമർശിച്ചാൽ ആകെ കലാപം. ഉദാഹരണം എന്താ? ചുങ്കപ്പാറ. ഇത് ലോകത്തെ എല്ലായിടത്തും വെബ്സൈറ്റിലെല്ലാം ഇപ്പൊ ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെയും ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സുഹൃത്തിന്റെ ഒരു ഇമെയിൽ ലഭിച്ചു ഇന്ന്. അതെന്താ? ചുങ്കപ്പാറയിൽ നിങ്ങൾ വെല്ലുവിളിക്കാൻ പോണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് പ്രശ്നം. ഞാൻ പറയുന്നത്, ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ ഭയപ്പെടുന്ന ഒരാദർശമേ അല്ല എന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ തുറന്നു പറയാനും ഇസ്ലാം വിമർശനങ്ങളെ വെല്ലുവിളിക്കാനും തന്നെയാണ് ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. വിമർശനങ്ങൾ ഏതെങ്കിലും ഒരാൾ വിമർശിച്ചു പോകുമ്പോഴേക്ക് തകരുന്ന ഒരു ആദർശമാവണ്ട ഇസ്ലാം. ഞാൻ പറഞ്ഞല്ലോ, 14 നൂറ്റാണ്ടുകളായി വിമർശകന്മാരുടെ മനസ്സുകളെ മാറ്റം വരുത്തിക്കൊണ്ട് ഇതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വാളെടുത്തുകൊണ്ട് പുറപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് ആ വാൾ പ്രയോഗിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുവാനാണ്. ഇത് ആദ്യകാല ചരിത്രം. ഇന്നും ആ ചരിത്രം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിമർശനങ്ങൾ ആർക്കാണ് പേടി? ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ലോകത്തെ ഏറ്റവും വലിയ ഭയങ്കരമായ ഊതിവീർപ്പിക്കപ്പെട്ട വിമർശനങ്ങളെല്ലാണല്ലോ ഇവിടെ ഇങ്ങനെ പൊട്ടിത്തകർന്ന് തരിപ്പണമായി ഇങ്ങനെ കിടക്കണത് നമ്മൾ കണ്ടത് അല്ലേ? ആരോ പറയുമ്പോ എന്തായിരുന്നു? ഡാനിഷ് കാർട്ടൂണിലല്ല അവതരിപ്പിച്ചത്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും കാരിക്കേച്ചർ വരച്ചിട്ട് ലോകത്തൊരു മനുഷ്യൻ ചെയ്യാത്ത രൂപത്തിൽ, വൃത്തികെട്ട രൂപത്തിൽ അവതരിപ്പിച്ചിട്ട് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ യൂറോപ്പിലെ പത്രക്കാരോട് വളരെ പച്ചയായി നമ്മൾ പറഞ്ഞു. യൂറോപ്പിലേതടക്കമുള്ള പത്രക്കാരെ വിളിച്ചു വരുത്തി നിർത്തിക്കൊണ്ട് ദുബായിൽ വെച്ച് എനിക്ക് ലഭിച്ചൊരവസരത്തിൽ ഞാൻ അവരോട് പച്ചയായി പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ ഇതാ വെല്ലുവിളിക്കുന്നു, ഇസ്ലാം ചാലഞ്ചസ് യു ടു ക്രിട്ടിസൈസ് ഇസ്ലാം ബിഫോർ ഇസ്ലാമിക് സ്ക്രിപ്റ്റേഴ്സ്. ഇസ്ലാമിക സ്ക്രിപ്റ്ററുകളുടെ മുന്നിൽ ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഞങ്ങളിതാ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടോ? സ്ഥൈര്യമുണ്ടോ? എവിടെങ്കിലും മരിച്ച വീട്ടിൽ പോയിട്ട് സ്വകാര്യം പറയലല്ല, പ്രവാചകനെ കുറിച്ച് ചീത്ത പറയലല്ല, റസൂലുള്ളാഹിനെ പടച്ചോനെ കൊണ്ട് ചീത്ത പറപ്പിച്ചു, എന്നിട്ട് കുട്ടികളെ കൊണ്ട് അത് വായിപ്പിച്ചു എന്ന രൂപത്തിൽ സാഡിസ്റ്റുകളായി
സാഡിസ്റ്റുകളായി അഭിമാനം കൊള്ളലല്ല. ധൈര്യം ഉണ്ടെങ്കിൽ കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിനെ വസ്തുനിഷ്ഠമായി വിമർശിക്കുക. തെളിവുകൾ വെച്ച് വിമർശിക്കുക. തെളിവുകൾ വെച്ച് വിമർശിക്കുക. ഇസ്ലാമിന്റെ അടുത്ത് മറുപടി ഉണ്ടോ എന്ന് നമുക്ക് കേൾക്കാലോ. ഇത് ഞങ്ങളുടെ ആരെയും വലുപ്പമല്ല, ഈ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വലുപ്പമാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിന്റെ വലുപ്പ. ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ പൊതുവേദിയിൽ വെച്ച് നിങ്ങൾ ഞങ്ങളെ വിമർശിക്കൂ, പ്രമാണങ്ങൾ വെച്ച് വിമർശിക്കൂ, ഞങ്ങൾക്ക് മറുപടി പറയാമെന്ന് പറയാൻ ധൈര്യമുള്ള ഏത് മതപ്രബോധകരാണ് ഇവിടെ ഉള്ളത്? നമ്മുടെ പ്രോഗ്രാമാണ്. കയ്യടിയെല്ലാം ഒരു വികാര പ്രകടനമല്ല, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടെന്നല്ല. ആരുള്ളത്? ഞാൻ പറയുന്നത് എന്താ? അക്ബറിന്റെ വലുപ്പമല്ല, നിച്ച് ഓഫ് ട്രൂത്തിന്റെ വലുപ്പമല്ല, അത് സംഘടിപ്പിച്ച ആളുകളുടെ വലുപ്പമല്ല. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആനാ ഞങ്ങളെ കയ്യിലുള്ളത്. ഞങ്ങളെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടച്ച തമ്പുരാൻ സർട്ടിഫൈ ചെയ്ത് കൊടുത്തയച്ച ജീവിതമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. എന്താ പടച്ചോന്റെ സർട്ടിഫിക്കേഷൻ? ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഇതാ നിങ്ങൾക്ക് ഈ പ്രവാചകനിൽ അത്യുത്തമമായ മാതൃകയുണ്ട്. ഇത് അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റാ. ഈ പ്രപഞ്ചത്തെ പടച്ചു പരിപാലിക്കുന്ന തമ്പുരാന്റെ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഒരു കറുത്ത പുള്ളി കണ്ടെത്താൻ ലോകത്തെ മുഴുവൻ വിമർശകരും ഒരുമിച്ച് പരിശ്രമിച്ചാലും സാധ്യമല്ല. ഉറപ്പാ ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞങ്ങളോട് വിമർശിച്ചു എന്ന് പറയുന്നത്. തെരഞ്ഞോളൂ, സകല പുസ്തകങ്ങളും തെരഞ്ഞോളൂ, സകല വിമർശന ഗ്രന്ഥങ്ങളും തെരഞ്ഞോളൂ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. തെളിയിക്കൂ. ഒരെണ്ണം, രണ്ടെണ്ണം വേണ്ട, ഒരെണ്ണം വസ്തുനിഷ്ഠമായി തെളിയിക്കണം. അതല്ലാതെ മരിച്ച വീട്ടിൽ പോയി സ്വകാര്യം പറയലല്ല. ഞാൻ പറയുന്നത് ഒരല്പം വൈകാരികതയോടുകൂടി തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞങ്ങളെല്ലാം സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന പ്രവാചകൻ. ഒരു മാന്യത വേണ്ട നിങ്ങൾക്ക്. മാന്യത, ഏറ്റവും ചുരുങ്ങിയതൊരു മാന്യത. ആ റസൂലിനെ ദൈവത്തെ കൊണ്ട് പച്ചത്തെറി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയാ? ആ തെറി എങ്ങനെയാ പറയാൻ കഴിയോ നമുക്ക്? ആരെ ബികോമിന് പഠിക്കുന്ന കുട്ടികളുടെ മുന്നിലാണല്ലോ എഴുതി കൊടുത്തത്. ഒരു കലാലയെ സംസ്കാരം എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കണോ? ഇനിയും ഞാന് ആ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ അടിയിൽ ആ കോളേജിന്റെ പേരും ആ എഴുതിയ ആളെ പേരും കൂടി ചില്ലിട്ട് വെച്ച് സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കാം, വിദ്യാഭ്യാസം നേടിയത് കൊണ്ടൊന്നും മനുഷ്യൻ പിശാചിൽ നിന്ന് രക്ഷപ്പെടൂല, പൈശാചിക ഭാവത്തിൽ നിന്ന് മാറൂല എന്നതിന് തെളിവ് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്. അത്രക്കും എന്തതിന് പറയുക? എന്നിട്ട് അതിനെതിരെ ആരോ ഒന്ന് വൈകാരികമായി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആകെ സമൂഹം ഇളക്കിവിടലല്ല. നമ്മൾ മനുഷ്യന്മാർ പലതരത്തിലുള്ള വികാര അവസ്ഥകളുള്ളവരുണ്ടാവും. തീർച്ചയായും ഇസ്ലാമികമായ പ്രതികരണം എന്നത് വൈകാരികമല്ല, വിചാരപരമാകണം. പക്ഷേ ആ സ്വാഭാവികമായും മനുഷ്യർ എന്നുള്ള നിലക്ക് പല വികാര അവസ്ഥകളുള്ള ആളുകളുണ്ടാകും. ചിലർ പ്രതികരിച്ചത് ഒരല്പം കൂടിപ്പോയിട്ടുണ്ടാകാം. അങ്ങനെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാനുള്ള ത്രാണി തന്നെയാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിന് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇസ്ലാമിന് അതിന്റെ കാര്യമില്ല. ഇസ്ലാമിന് വിമർശനങ്ങളോട് മറുപടി പറയാൻ ഒരു പ്രയാസമല്ല. എടമറുകിന്റെ ഈ ഖുർആൻ ഒരു വിമർശന പഠനം ഇറങ്ങിയിട്ട് 10, 20, 25 കൊല്ലങ്ങളായി. അതിന് മറുപടി ഗ്രന്ഥങ്ങൾ ഇറക്കുകയാണ് ഇസ്ലാമിക സമൂഹം ചെയ്തത്. അൽഹംദുലില്ലാഹ് ആ മറുപടി ഗ്രന്ഥങ്ങളിൽ ചിലത് വായിച്ചിട്ട് ഒരുപാട് ഭൗതികവാദികൾ ഇസ്ലാം സ്വീകരിച്ചത് എനിക്ക് പരിചയമുണ്ട്. ഇതെന്താ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ എന്നത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ മാർഗമായി കാണുന്നവരാണ്. അതുകൊണ്ടാണ് വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞത്. ഇതിലൊരു ഭീകരതയുടെ സ്വരമില്ല, അടിച്ചേൽപ്പിക്കേണ്ട സ്വരമല്ല. ഖുർആൻ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിൽ 52-ാമത്തെ വചനം. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും പടച്ചോന്റെ കയ്യിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ, ധാരാളം അബദ്ധങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഖുർആൻ വെല്ലുവിളിക്കുക, ഒരബദ്ധം കൊണ്ടുപോവാ, ഒരെണ്ണം. ഇഷ്ടംപോലെ പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. വസ്തുനിഷ്ഠമായ ഒരൊറ്റ അബദ്ധം, ഒരു ചെറിയൊരബദ്ധം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അശാസ്ത്രീയമായ ശാസ്ത്രം എന്താണ് എന്നറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ ഒരബദ്ധം, രണ്ടെണ്ണം വേണ്ട, ഒരബദ്ധം, ചെറിയൊരബദ്ധം.
കൊണ്ടുവാ എങ്കിൽ പറയുന്നു ഖുർആൻ ദൈവികമല്ല, ഖുർആൻ സമ്മതിച്ചിരിക്കുന്നു എന്നാ പറയണ ഖുർആൻ. ഇതേപോലെ വെല്ലുവിളിക്കാൻ ആർക്ക് കഴിയും? ഇതേപോലെ പറയാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും ഒരു മതപ്രസ്ഥാനത്തിന് സാധിക്കുമോ? ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ ഒരു അബദ്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ആ മതഗ്രന്ഥം ദൈവികമല്ല എന്ന് അംഗീകരിക്കുവാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് പറയാൻ, എന്നിട്ട് തുറന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുമോ? ഇത് സാധിക്കുന്നത് ഇസ്ലാം വെല്ലുവിളിക്കുന്നത് കൊണ്ടാണ്. ആദർശത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം വെല്ലുവിളിക്കുന്നു, ആദർശത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം വെല്ലുവിളിക്കുന്നു. ഈ ആദർശത്തെ വെല്ലാൻ, ഈ ആദർശത്തെ തകർക്കാൻ ഒരാൾക്കെങ്കിലും കഴിയുമോ എന്ന് ഖുർആനിന്റെ വെല്ലുവിളിയാണിത്, ഞങ്ങളുടെ ആരുടെയെങ്കിലും വെല്ലുവിളിയല്ല. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഇദാ ഹുവല്ലദീ അള്ളാഹുവാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, അർസല റസൂലഹു അവന്റെ റസൂലിനെ നിയോഗിച്ചിട്ടുള്ളത്, ദീനുൽ ഹഖും സത്യമതവും സന്മാർഗദർശനവുമായി, ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി സകല മതങ്ങളെയും സകല ദർശനങ്ങളെയും വെല്ലുവിളിക്കാൻ, അതിജീവിക്കുവാൻ വേണ്ടി. വലൗ കരിഹൽ മുശ്രികൂൻ, മുശ്രിക്കുകൾ എത്ര ഭയപ്പെട്ടാലും എതിർത്താലും വെറുത്താലും ശരി, അതെ ആര് വെറുത്താലും ഈ വെല്ലുവിളി ആദർശത്തിന്റെ പേരിലുള്ള വെല്ലുവിളി ആരെങ്കിലും അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയുള്ളതല്ല, ആരെയെങ്കിലും ആക്രമിക്കുവാനോ അതിക്രമിക്കാനോ വേണ്ടിയുള്ളതല്ല. ഈ ആദർശം സത്യമാണ്, 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 ഇതേ സത്യമുള്ളൂ എന്ന വെല്ലുവിളി ഉയരുക തന്നെ ചെയ്യും. അത് ഖുർആനിന്റെ വെല്ലുവിളിയാണ്. അത് ഇസ്ലാമിക പ്രബോധകർ ഉയർത്തുക എന്നത് ഖുർആൻ നടത്തുന്ന വെല്ലുവിളി ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്.